ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനൂസ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നവ്യ നായരും സൗബിനും കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ പാതിരാത്രി എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ 4-5 പയ്യന്മാർ ഒരു തോട്ടത്തിലിരുന്ന് കഞ്ചാവ് വലിക്കുന്നതായാണ് കാണിക്കുന്നത്. കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് അവർ തങ്ങളുടെ കൂടെയുള്ള റോബി എന്നൊരു കൂട്ടുകാരനെ കാണുന്നില്ല എന്നുള്ള കാര്യം അറിഞ്ഞത്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ആ തോട്ടത്തിലൂടെ റോബിയെ തിരഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് റോബി ആ തോട്ടത്തിന്റെ സൈഡിൽ സകല കിളിയും പോയി പേടിച്ചു വിറച്ച് നിൽക്കുന്നതായി കാണുന്നത്. അവരെല്ലാവരും റോബിയുടെ അടുത്ത് വന്ന് നീ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ റോബി ദൂരേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവിടെ ആരോ നിൽപ്പുണ്ട് എന്ന് പറയുകയാണ്. എന്നാൽ ബാക്കിയുള്ളവരാരും അവിടെ യാതൊന്നും കണ്ടതുമില്ല. എങ്കിലും പേടിച്ചു പോയ അവരെല്ലാവരും റോബിയെയും കൂട്ടി അവിടെ നിന്നും പോവുകയാണ്. അതേസമയം ഒരു പോലീസ് സ്റ്റേഷൻ കാണിക്കുകയാണ്. ഈ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ജാൻസിയാണ് നമ്മുടെ ഈ സിനിമയിലെ നായിക. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ആ നാട്ടിലെ ഏറ്റവും വലിയ കള്ളന്മാരിൽ ഒരാളെ ഒറ്റയ്ക്ക് ഓടിച്ചിട്ട് പിടിച്ച് മാസായിട്ടാണ് ജാൻസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. പുറമെ ജാൻസ് നല്ല മാസായിരുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അത്ര മാസൊന്നും ആയിരുന്നില്ല ജാൻസി. കാരണം ജാൻസിയുടെ ഭർത്താവ് ഫെലിക്സ് ഒരു വില്ലേജ് ഓഫീസറാണ്. ഫെലിക്സ് ആണെങ്കിൽ ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതിനുള്ള കാരണം വേറെ ഒന്നുമല്ല, ദാമ്പത്യ ജീവിതമെല്ലാം ഉപേക്ഷിച്ച് സ്പിരിച്വൽ ലൈഫിലേക്ക് പോകാനായിരുന്നു ഫെലിക്സിന് താല്പര്യം. പരസ്പരം സ്നേഹിച്ച് കല്യാണം കഴിച്ചവരായിരുന്നു ഫെലിക്സും ജാൻസിയും. എന്നിട്ടും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഫെലിക്സിന് ഫെലിക്സിന്റേതായ കാരണങ്ങളും ഉണ്ടായിരുന്നു. അതായത് ഈ ലോകത്തിലുള്ള എല്ലാത്തിനും ആയുസുണ്ട്, അതുപോലെ തന്നെ പ്രേമത്തിനും ആയുസുണ്ട് എന്നാണ് ഫെലിക്സ് പറയുന്നത്. ജാൻസി ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആയ ഹരീഷ് ആണ് നമ്മുടെ ഈ സിനിമയിലെ നായകൻ. ഹരീഷിന് ജോലി പോലീസ് സ്റ്റേഷനിലാണെങ്കിലും കൂടുതൽ സമയവും കോടതിയിലാണ് കാണാറ്. അത് വേറെ ഒന്നുമല്ല, ഹരീഷിന്റെ ഡൈവോഴ്സ് കേസ് ആ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൈവോഴ്സ് ആകുന്നതിൽ ഹരീഷിന് അത്ര സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ കുട്ടിയെ ഭാര്യ കാണിക്കാത്തതിലായിരുന്നു ഹരീഷിന്റെ സങ്കടം. തന്റെ ഭാര്യ ഇട്ടിട്ട് പോയതിനാൽ ഹരീഷിന് എല്ലാ പെണ്ണുങ്ങളോടും ദേഷ്യമായിരുന്നു. സ്റ്റേഷനിലെത്തിയ ജാൻസിയോട് CI ജോബിൻ ജോർജ് ഇന്ന് രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് നിൽക്കണമെന്ന് പറയുകയാണ്. അന്ന് രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് ജാൻസിയുടെ കൂടെ ഡ്രൈവറായിട്ട് പോയത് ഹരീഷ് ആണ്. അങ്ങനെ അവർ റോന്തി ചുറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് റോഡിന്റെ സൈഡിലുള്ള ഒരു തോട്ടത്തിലായി ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നതായി കാണുന്നത്. അതുകണ്ട് അവർ വണ്ടി നിർത്തി കാറിനടുത്തേക്ക് ചെല്ലുമ്പോൾ ആ കാറിനകത്തുണ്ടായിരുന്നയാൾ ആ തോട്ടത്തിനകത്തേക്ക് ഓടുകയാണ്. അതുകണ്ട് ജാൻസിയും ഹരീഷും അയാളെ പിടികൂടുന്നതിനായി പുറകെ ഓടുകയാണ്. അങ്ങനെ ഓടുന്നതിനിടയിൽ ആ കാറിനകത്തു നിന്നും ഇറങ്ങി ഓടിയ ആൾ ആ തോട്ടത്തിനകത്തുണ്ടായിരുന്ന ഒരു ചതുപ്പിലേക്ക് വീഴുകയാണ്. അതുകണ്ട് ജാൻസി അയാളെ രക്ഷിക്കുന്നതിനായി ചതുപ്പിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഹരീഷ് പറയുകയാണ്, മേഡം അതിനകത്തേക്ക് ഇറങ്ങണ്ട, അത് ചതുപ്പാണ്, നമുക്കിവിടെ നിന്നും പോകാം, നമ്മൾ പോയി കഴിയുമ്പോൾ അയാൾ തന്നെ കയറിപ്പോയിക്കോളും. എന്നാൽ ജാൻസിക്ക് അയാളെ അവിടെ ഉപേക്ഷിച്ച് പോകാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോഴാണ് അവർക്ക് വേഗം വരണമെന്നും പറഞ്ഞുള്ള CIയുടെ കോൾ വരുന്നത്. അങ്ങനെ ജാൻസിയും ഹരീഷും അവിടെ നിന്നും പോവുകയാണ്. അപ്പോഴാണ് അവർ ഒരു കാര്യം അറിയുന്നത്, അതായത് ആ തോട്ടത്തിന് നടുക്ക് നിർത്തിയിട്ടിരുന്ന കാർ അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് ആ കാറിനകത്ത് ഇറങ്ങി ഓടിയ ആളെ കൂടാതെ വേറെ ആരോ കൂടി ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ യാസ്മിൻ അലി എന്നൊരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് തന്റെ ഭർത്താവ് അൻസാർ അലിയെ 2 ദിവസമായി കാണാനില്ലെന്നും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും പരിചയക്കാരുടെ അടുത്തെല്ലാം അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും എല്ലാം പറയുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞ CI അവരുടെ കയ്യിൽ നിന്നും ഒരു കംപ്ലൈന്റും എഴുതി വാങ്ങിയിട്ട് നമുക്ക് അൻസാറിനെ എത്രയും വേഗം കണ്ടെത്താം എന്നും പറഞ്ഞ് യാസ്മിനെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. എന്നാൽ അടുത്ത ദിവസം ആ ചതുപ്പിൽ നിന്നും നാട്ടുകാർ ഒരു ശവം കണ്ടെത്തുകയാണ്. അങ്ങനെ പോലീസുകാരും നാട്ടുകാരുമെല്ലാം ആ സ്ഥലത്ത് തടിച്ചുകൂടി. ജാൻസിക്കാണെങ്കിൽ അതെല്ലാം കണ്ട് ദേഹം മുഴുവൻ വിറച്ചു കയറാൻ തുടങ്ങി. അതുകണ്ട് ഹരീഷ് ജാൻസിയോട് പറയുകയാണ്, സാർ ഇങ്ങനെ പേടിച്ചു വിറച്ചു നിന്നാൽ എല്ലാവർക്കും നമ്മളെ സംശയം തോന്നും, ഇതെല്ലാം കൂളായിട്ട് ഹാൻഡിൽ ചെയ്യണം. അതിന് ജാൻസി, ഹരീഷ് എനിക്ക് എന്റെ കൈയും കാലുമെല്ലാം വിറയ്ക്കുകയാണ്, ഒന്നുമില്ലെങ്കിലും ഇതിന് കാരണം നമ്മൾ തന്നെയല്ലേ, ആ ബോഡി ശരിക്കും കാണാതായ അൻസാർ അലിയുടെ തന്നെയായിരുന്നു. ഈ അൻസാർ അലി ആളൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. അതിനാൽ തന്നെ ഈ കേസ് അന്വേഷിക്കുന്നതിനായി DYSP സുരേഷ് കുമാർ വരികയാണ്. അങ്ങനെ അന്വേഷണത്തിന്റെ ഭാഗമായി DYSP സുരേഷ് കുമാർ ഹരീഷിനെയും ജാൻസിയെയും ചോദ്യം ചെയ്യുകയാണ്. കാരണം ഈ സംഭവം നടന്ന രാത്രി ഹരീഷും ജാൻസിയുമായിരുന്നല്ലോ നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത്. മാത്രവുമല്ല ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കിട്ടിയ മരണ സമയത്ത് ഇവരുടെ ഫോണും അതേ ലൊക്കേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. DYSP സുരേഷ് കുമാർ ഹരീഷിനോട് ചോദിക്കുകയാണ്, ആ രാത്രിയിൽ നിങ്ങൾ രണ്ടുപേരും കാട്ടിൽ എന്തായിരുന്നു പണി? ഇപ്പോഴാണ് ഈ സിനിമയിലെ ഒരു ട്വിസ്റ്റ്. അതായത് DYSP സുരേഷ് കുമാർ ചോദിച്ച ചോദ്യത്തിന് ഹരീഷ് പറയുകയാണ്, ഈ ചോദ്യം ചോദിക്കേണ്ടത് എന്നോടല്ല, സാറിന്റെ മകൾ അഞ്ജലിയോടാണ്. അതായത് അന്ന് രാത്രി അൻസാർ അലിയുടെ കൂടെ കാറിൽ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് മകൾ അഞ്ജലിയോട് വേണം ചോദിക്കാൻ. അതെ, അന്ന് രാത്രി അൻസാർ അലിയുടെ കൂടെ കാറിൽ വേറെ ഒരാളും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അത് വേറെ ആരുമല്ല, DYSP സുരേഷ് കുമാറിന്റെ മകൾ അഞ്ജലി ആയിരുന്നു. അത് കാറിനകത്തുണ്ടായിരുന്നത് DYSPയുടെ മകൾ അഞ്ജലിയാണെന്ന് ഹരീഷ് അന്നേ കണ്ടതാണ്.
അതേസമയം ജാൻസിയുടെ ഭർത്താവ് ഫെലിക്സ് ജാൻസിയെ ഫോൺ ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ എന്റെ വഴിയിലൂടെ പോവുകയാണ്, ഇനി എന്നെ അന്വേഷിക്കേണ്ടതില്ല, ഞാൻ ദാമ്പത്യ ജീവിതമെല്ലാം നിർത്തി സ്പിരിച്വൽ ലൈഫിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. ഡിവൈഎസ്പി സുരേഷ് കുമാർ ആണെങ്കിൽ തന്റെ മകൾ അഞ്ജലിയുടെ കൂടെയാണ് മരിച്ചുപോയ അൻസാർ അലി അവസാനമായി ഉണ്ടായിരുന്നതെന്ന് അറിഞ്ഞതോടെ അൻസാർ അലിയുടെ കേസ് ജാൻസിയുടെ ഹരീഷിന്റെയും തലയിൽ കെട്ടിവെക്കാനുള്ള പ്ലാൻ ആയിരുന്നു. അതിന്റെ ഭാഗമായി അന്വേഷണ വിധേന ഹരീഷിനെയും ജാൻസിയെ സസ്പെൻഡ് ചെയ്യുകയാണ്. ഡിവൈഎസ്പി ജാൻസിയെയും ഹരീഷിനെയും കൊടുക്കാനുള്ള പ്ലാൻ ആണെന്നറിഞ്ഞ ഹെഡ് കോൺസ്റ്റബിൾ റഷീദ് ജാൻസിയുടെയും ഹരീഷിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഡിവൈഎസ്പി തന്റെ മകളെ രക്ഷിക്കാൻ എന്ത് വില കൊടുത്തും നിങ്ങളെ കൊടുക്കും, അതിനാൽ സസ്പെൻഷനിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് അന്വേഷിച്ച് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കണം, ഇല്ല എങ്കിൽ നിങ്ങളുടെ സസ്പെൻഷൻ ഡിവൈഎസ്പി ഡിസ്മിസിലാക്കിയെടുക്കും. അങ്ങനെ ജാൻസി അൻസാർ അലിയുടെ കൂടെ അന്ന് കാറിലുണ്ടായിരുന്ന ഡിവൈഎസ്പിയുടെ മകൾ അഞ്ജലിയെ കാണാനായി പോവുകയാണ്. എന്നാൽ അഞ്ജലി ജാൻസിയോട് എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത് എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ജാൻസി ഹരീഷും പല രീതിയിൽ അന്വേഷിച്ചെങ്കിലും പ്രത്യേകിച്ച് തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. എന്നാൽ ഡിവൈഎസ്പി സുരേഷ് കുമാർ ജാൻസിക്കും ഹരീഷിനുമെതിരെ കുറേയധികം തെളിവുകൾ ഉണ്ടാക്കിയിരുന്നു. അതായത് മരിച്ചുപോയ അൻസാർ അലി ഒരു ജേർണലിസ്റ്റ് ആയിരുന്നല്ലോ. അൻസാർ അലി ആണെങ്കിൽ കേരളത്തിലെ വില്ലേജ് ഓഫീസുകളിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് ഒരു സ്റ്റോറി ചെയ്യുന്നുണ്ടായിരുന്നു. ജാൻസിയുടെ ഭർത്താവ് ഫെലിക്സും ഒരു വില്ലേജ് ഓഫീസർ ആയിരുന്നല്ലോ. ഈ ഫെലിക്സിനെ കുറിച്ചും കുറെ വിവരങ്ങൾ അൻസാർ അലി കളക്ട് ചെയ്തിരുന്നെന്നും അങ്ങനെ കിട്ടിയ വിവരങ്ങൾ വെച്ച് അൻസാർ അലി ഫെലിക്സിനെ ബ്ലാക്ക്മെയിൽ ചെയ്തെന്നും അതറിഞ്ഞ ജാൻസി മനഃപൂർവ്വം അൻസാർ അലിയെ കൊന്നതാണെന്നുമായിരുന്നു ഡിവൈഎസ്പിയുടെ കണ്ടെത്തൽ. ഡിവൈഎസ്പിയുടെ ആ റിപ്പോർട്ടിൽ അൻസാർ അലിയെ ഒരു മോശക്കാരനായിട്ടായിരുന്നു കാണിച്ചിരുന്നത്. അതറിഞ്ഞ ഡിവൈഎസ്പിയുടെ മകൾ അഞ്ജലി ജാൻസിയെ കാണാനായി വരികയാണ്. അഞ്ജലി ജാൻസിയോട് പറയുകയാണ്, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഇനിയും പറയാതെ പോയാൽ അത് ഞാൻ എന്റെ അൻസാറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും. കോളേജ് മുതൽ ഞാനും അൻസാറും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. എന്റെ അച്ഛന്റെ എതിർപ്പ് കാരണം ഞങ്ങൾക്ക് പിരിയേണ്ടി വന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത കാലത്ത് വളരെ യാദൃച്ഛികമായി ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. എന്നാൽ അപ്പോഴേക്കും അൻസാറിന്റെ കല്യാണമെല്ലാം കഴിഞ്ഞ് അവനൊരു കുട്ടിയൊക്കെ ആയിരുന്നു. ആ കണ്ടുമുട്ടൽ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന പ്രണയത്തെ വീണ്ടും ഉണർത്തി. അങ്ങനെ വീണ്ടും ഞങ്ങൾ പല സ്ഥലങ്ങളിലും വെച്ച് കാണാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ വീണ്ടും പ്രണയിക്കാൻ തുടങ്ങി. എന്നാൽ എന്റെ അച്ഛൻ വീണ്ടും ഞങ്ങളുടെ പ്രണയത്തെ കുറിച്ച് അറിഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അച്ഛൻ പറഞ്ഞതനുസരിച്ച് അച്ഛന്റെ ആളുകൾ അൻസാറിനെ വളരെയധികം ഉപദ്രവിച്ചു. അതറിഞ്ഞ ഞാൻ അൻസാറിനെ അന്ന് രാത്രി തന്നെ കാണണമെന്ന് വാശി പിടിച്ചു. അങ്ങനെ എന്റെ വാശി കാരണം എന്നെ കാണാനായി അൻസാർ രാത്രിയിൽ വരികയും ചെയ്തു. അന്നു രാത്രി അൻസാറിനോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ തന്നെയാണ്. ഞങ്ങൾ കാറിനകത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ വണ്ടി വന്നത്. പോലീസ് വണ്ടി കണ്ടപ്പോൾ എന്റെ അച്ഛന്റെ ആളുകളായിരിക്കുമെന്ന് കരുതിയാണ് അൻസാർ അന്ന് കാറിൽ നിന്നും ഇറങ്ങി ഓടിയത്. അങ്ങനെ ജാൻസി ഹരീഷും അഞ്ജലിയെയും കൂട്ടി എസ് പിയുടെ അടുത്ത് ചെന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം എസ് പിയോട് പറയുകയാണ്. ഒപ്പം അന്ന് രാത്രി അൻസാർ അലി ചതുപ്പിൽ വീണ ദിവസം മകളെ തേടി വന്ന ഡിവൈഎസ്പി സാർ ഞങ്ങൾ അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ ആ ചതുപ്പിനടുത്തേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന അൻസാർ അലിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതിന് എസ് പി ഇതിനെല്ലാം തെളിവുകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡിവൈഎസ്പിയുടെ മകൾ അഞ്ജലി എസ് പിയോട് പറയുകയാണ്, അച്ഛൻ അൻസാർ അലിയെ മാത്രമല്ല വേറെയും ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. അതേസമയം ജാൻസി പറയുകയാണ്, അഞ്ജലി പറഞ്ഞതനുസരിച്ച് പണ്ട് ഡിവൈഎസ്പി സാറിന്റെ കൂടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന റിസൈൻ ചെയ്തു പോയ സഹദേവൻ എന്ന ആളെ കാണാനായി ഞങ്ങൾ പോയിരുന്നു. സഹദേവനെ കാണാൻ പോകാൻ വേറെ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. അതായത് ഒരു മാസം മുമ്പ് ഈ സഹദേവനെ കാണാനായി അൻസാർ അലിയും പോയിട്ടുണ്ടായിരുന്നു. അന്ന് അൻസാർ അലി സഹദേവനെ കാണാൻ പോയത് ഡിവൈഎസ്പി സാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനു വേണ്ടിയാണ്. അന്ന് അൻസാർ അലിയോട് സഹദേവൻ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് 2014 കാലഘട്ടത്തിൽ നമ്മുടെ ഡിവൈഎസ്പി സുരേഷ് കുമാർ നിലമ്പൂർ സ്റ്റേഷനിലെ ഒരു CI ആയിരുന്നു. ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് ആ നാട്ടിലെ ഒരു തയ്യൽക്കാരൻ സജീവൻ തന്റെ മകളെ ഒരാൾ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് പരാതിയുമായി സ്റ്റേഷനിലെത്തി. സജീവിന്റെ മകളെ പീഡിപ്പിച്ചത് ആ സ്ഥലത്തെ ഒരു വലിയ പ്രധാനിയായിരുന്നു. അതിനാൽ ആ കൊച്ചിനെ പീഡിപ്പിച്ചത് സജീവൻ തന്നെയാണെന്നും സജീവൻ അത് കഴിഞ്ഞ് ആ കൊച്ചിനെ വിൽക്കാൻ ശ്രമിച്ചെന്നുമെല്ലാം സുരേഷ് സാർ FIR എഴുതുകയും ചെയ്തു. അങ്ങനെ ആ സംഭവം വലിയ വാർത്തയാകുകയും വാർത്ത പത്രങ്ങളിലെല്ലാം വരികയും ചെയ്തു. ഇത്രയൊക്കെ ആയിട്ടും സുരേഷ് സാർ സജീവിന്റെ കുടുംബത്തെ വെറുതെ വിട്ടില്ല. ഒരു ദിവസം രാത്രി സുരേഷ് സാർ 4-5 ആളുകളെയും കൂട്ടി സജീവിന്റെ വീടിനടുത്തെത്തി. എന്നോട് വണ്ടിയിൽ തന്നെ ഇരുന്നോളാൻ പറഞ്ഞ് സുരേഷ് സാർ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും കൂട്ടി സജീവിന്റെ വീടിനടുത്തേക്ക് പോയി. അങ്ങനെ സുരേഷ് സാറും സുരേഷ് സാറിന്റെ ആൾക്കാരും ചേർന്ന് സജീവിന്റെ വീടിന് തീ വെക്കുകയും ചെയ്തു. അന്ന് അവിടെ മരിച്ചത് സജീവിന്റെ 2 കുട്ടികളടക്കം 4 പേരാണ്. അന്ന് നിർത്തിയതാണ് ഞാൻ ഈ പോലീസ് ജോലി. അന്ന് അവർക്ക് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന്റെ വേദന ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട്. ഇതൊക്കെയായിരുന്നു സഹദേവൻ അൻസാർ അലിയോട് പറഞ്ഞ കാര്യങ്ങൾ. അൻസാർ അലി ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ജാൻസി സഹദേവനെയും SP യുടെ മുമ്പിൽ ഹാജരാക്കുകയാണ്. സഹദേവനും നടന്ന കാര്യങ്ങളെല്ലാം SP യോട് പറയുകയും ചെയ്തു. അങ്ങനെ അടുത്ത
ദിവസം വാർത്തയിൽ ഡിവൈഎസ്പി സുരേഷ് കുമാറിന്റെ ന്യൂസ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഡിവൈഎസ്പി സുരേഷ് കുമാർ കണ്ടെത്തിയ പ്രതികളായ ജാൻസി ഹരീഷും നിരപരാധികളാണെന്നും ഈ ക്രൈം എല്ലാം ചെയ്തത് ഡിവൈഎസ്പി സുരേഷ് കുമാർ ആണെന്നും ഡിവൈഎസ്പി സുരേഷ് കുമാറിനെ കുറിച്ചുള്ള കുറെ രഹസ്യങ്ങൾ അൻസാർ അലി കണ്ടെത്തിയതാണ് കൊല ചെയ്യാനുണ്ടായിരുന്ന മോട്ടിവേഷൻ എന്നെല്ലാമായിരുന്നു ന്യൂസിൽ ഉണ്ടായിരുന്നത്. അതേസമയം സിനിമയുടെ തുടക്കത്തിൽ കഞ്ചാവ് വലിച്ചുകൊണ്ടിരുന്ന 3-4 പയ്യന്മാരിൽ ഒരാളായ റോബിയെ കാണിക്കുകയാണ്. റോബി ആണെങ്കിൽ ഇപ്പോഴൊരു റീ അഡിക്ഷൻ സെന്ററിലാണുള്ളത്. റോബിയും ഇപ്പോൾ ടിവിയിലുള്ള ആ ന്യൂസ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതേസമയം ആ ന്യൂസിൽ കാണിച്ചുകൊണ്ടിരുന്ന ഒരാളുടെ ഫോട്ടോ കണ്ട് പേടിച്ച് നിലവിളിച്ച് റോബി തന്റെ റൂമിലെ ഒരു മൂലയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. റോബിയുടെ ഈ പെരുമാറ്റത്തിലെ വ്യത്യാസം കണ്ട റീ അഡിക്ഷൻ സെന്ററിലെ വാർഡൻ ജാൻസിയെ ഫോൺ ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ജാൻസിയോട് പറയുകയാണ്. അങ്ങനെ അവിടെ എത്തിയ ജാൻസി റോബിയോട് നീ ആ ന്യൂസിൽ കാണിച്ചുകൊണ്ടിരുന്ന ആരുടെ ഫോട്ടോ കണ്ടിട്ടാണ് പേടിച്ചു വിറച്ചതെന്ന് ചോദിക്കുകയാണ്. അതേസമയം റോബി സിനിമയുടെ തുടക്കത്തിൽ റോബിയും കൂട്ടുകാരും ചേർന്ന് കഞ്ചാവ് വലിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു രൂപം കണ്ട് പേടിച്ച കാര്യം പറയുകയാണ്. അന്ന് കണ്ട ആ രൂപത്തെയാണ് ഞാൻ ഇന്ന് ടിവിയിലെ വാർത്തയിൽ കണ്ടത്. അങ്ങനെ ജാൻസി അൻസാർ അലിയെ കൊല ചെയ്ത ഡിവൈഎസ്പി സുരേഷ് കുമാറിന്റെ ഫോട്ടോ റോബിയെ കാണിച്ചിട്ട് ഇയാളെയാണോ അന്ന് കാട്ടിൽ വെച്ച് കണ്ടതെന്ന് ചോദിക്കുകയാണ്. അതിന് റോബിയും അല്ല, ഇയാളെ അല്ല ഞാൻ അന്ന് കണ്ടതെന്ന് പറയുകയാണ്. അതിനുശേഷം ജാൻസി ഡിവൈഎസ്പിയുടെ മകൾ അഞ്ജലിയുടെ ഫോട്ടോ കാണിച്ച് ഇവളെയാണോ കണ്ടതെന്ന് ചോദിക്കുകയാണ്. അതിനും റോബിയും അല്ല, ഞാൻ ഈ ചേച്ചിയല്ല കണ്ടതെന്ന് പറയുകയാണ്. അത് കേട്ട് ജാൻസി വേറെ ഒരു ഫോട്ടോ റോബിയെ കാണിക്കുകയാണ്. അത് കണ്ട് റോബി പേടിച്ചു വിറച്ച് അതെ, ഈ ആളെയാണ് ഞാൻ അന്ന് രാത്രി കണ്ടതെന്ന് പറയുകയാണ്. അങ്ങനെ അടുത്ത സീനിൽ ജാൻസി അൻസാർ അലിയുടെ ഭാര്യ യാസ്മിനെ കാണാനായി വന്നിരിക്കുന്നതായി കാണിക്കുന്നു. യാസ്മിനുമായി സംസാരിച്ചതിനു ശേഷം ജാൻസി യാസ്മിന്റെ കയ്യിൽ ഒരു റിംഗ് കൊടുത്തിട്ട് അവിടെ നിന്നും പോവുകയാണ്. അതെ, ജാൻസി കൊടുത്ത ആ റിംഗിലാണ് ഈ സിനിമയുടെ മെയിൻ ട്വിസ്റ്റ്. അതായത് ആ മോതിരം ശരിക്കും അൻസാർ അലിയുടെ ഭാര്യ യാസ്മിന്റേതായിരുന്നു. നമ്മുടെ ജാസ്മിൻ ആ റിംഗ് കിട്ടിയത് അൻസാർ അലി മുങ്ങി മരിച്ച ആ ചതുപ്പിനടുത്തു നിന്നുമായിരുന്നു. അൻസാർ അലിയെ ശരിക്കും ചതുപ്പിൽ ചവിട്ടി താഴ്ത്തി കൊന്നത് ഡിവൈഎസ്പി സുരേഷ് കുമാർ ആയിരുന്നില്ല, മറിച്ച് അൻസാർ അലിയെ ഫോളോ ചെയ്തു വന്ന യാസ്മിൻ തന്റെ ഭർത്താവ് വേറെ ഒരു പെണ്ണിന്റെ കൂടെ കാറിലിരിക്കുന്നത് കണ്ട് സഹിക്കാൻ കഴിയാതെ യാസ്മിൻ തന്നെയാണ് അൻസാർ അലിയെ ആ ചതുപ്പിൽ ചവിട്ടി താഴ്ത്തിയതും. ജാൻസി അതെല്ലാം കണ്ടുപിടിച്ചെങ്കിലും ഒന്നും പറയാതെ അവിടെ നിന്നും പോവുകയാണ്. കാരണം യാസ്മിൻ ചെയ്തത് ഒരു തെറ്റ് തന്നെയാണെങ്കിലും യാസ്മിന്റെ ഭാഗത്തു നിന്നും നോക്കുമ്പോൾ അതൊരു തെറ്റായിരുന്നില്ല. യാസ്മിൻ ഈ കൊലപാതകം ചെയ്യാൻ ഒരു പരിധിവരെ ഡിവൈഎസ്പിയുടെ മകൾ അഞ്ജലിയാണല്ലോ കാരണക്കാരി. അൻസാർ അലിയെ കൊന്നതിന്റെ പേരിൽ ഇപ്പോൾ ജയിലിൽ പോയിരിക്കുന്ന ഡിവൈഎസ്പി സുരേഷ് കുമാർ ആണെങ്കിൽ കൊച്ചു കുട്ടികളെ അടക്കം 4 പേരെ ചുട്ടുകൊന്നയാളാണ്. എന്നിട്ടും അതിന്റെ പേരിൽ യാതൊരു ശിക്ഷയും ഡിവൈഎസ്പി സുരേഷ് കുമാർ അനുഭവിച്ചിട്ടില്ല. അതിനാൽ ഡിവൈഎസ്പി സുരേഷ് കുമാർ ജയിലിൽ കിടക്കേണ്ട ആള് തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാം അറിഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ ജാൻസി അവിടെ നിന്നും പോയത്. അങ്ങനെ ഹരീഷും ജാൻസിയും വീണ്ടും ജോലിയിൽ കയറുന്നതും കാണിച്ചുകൊണ്ട് ഈ സിനിമയും അവസാനിക്കുകയാണ്. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.